ഞാനിവിടെ മൊയ്ന കൾച്ചർ ചെയ്തു തരുന്ന രീതിന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോണത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈസ്റ്റിൽ കൾച്ചർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ മൊയ്ന ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ പല രീതിയിൽ മൊയ്ന കൾച്ചർ ചെയ്യുന്നുണ്ട്. ഈസ്റ്റിൽ ചെയ്യുന്നുണ്ട്, പിന്നെ കടലപ്പിണ്ണാക്കിൽ ചെയ്യുന്നുണ്ട്, പിന്നെ പപ്പായയുടെ ലീഫ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ മൊയ്ന കൾച്ചർ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിവിടെ ഈസ്റ്റിലാണ് ചെയ്യണത്. ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ 10 രൂപയുടെ ഈസ്റ്റിലാണ് മൊയ്ന കൾച്ചർ ചെയ്തിരുന്നത് കേട്ടോ. 10 രൂപക്ക് ഈസ്റ്റ് കടയിൽ പോയി വാങ്ങിയിട്ട് ആ ഒരു ഈസ്റ്റ് വെച്ചിന് മൊയ്ന ചെയ്തു വന്നിരുന്നത്. പിന്നെ നമുക്ക് മൊയ്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന അളവ് കുറഞ്ഞ് വരുന്നതായി കണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏഞ്ചലിൻ്റെ ഈസ്റ്റ് നമ്മൾ വാങ്ങിച്ച്. കുറച്ച് റേറ്റ് കൂടുതലാണ്, ഒരു 160 രൂപ ഉണ്ട്. 500 ഗ്രാം കിട്ടും. പിന്നെ നമുക്ക് 10 രൂപയുടെ ഈസ്റ്റ് വേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഏഞ്ചലിൻ്റെ ഈസ്റ്റിൽ നല്ലപോലെ മൊയ്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ മൊയ്ന കൾച്ചർ ചെയ്ത് വരുന്നത് ബേസനുകളിലാണ് കേട്ടോ. ബേസനുകളിൽ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ എനിക്ക് മൊയ്ന ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 10 രൂപയുടെ ഈസ്റ്റൊന്നും നിങ്ങൾ വാങ്ങിച്ച് കൾച്ചർ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഏഞ്ചൽ പ്രസ്റ്റീജൊക്കെ പോലുള്ള കുറച്ച് റേറ്റ് കൂടിയാലും നല്ലപോലെ മൊയ്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാ. വളരെ കുറച്ച് ഈസ്റ്റ് മാത്രം എടുക്കുക കേട്ടോ. തുടക്കത്തിൽ ആദ്യമായിട്ട് ഈ മൊയ്ന കൾച്ചർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബേസൻ എടുക്കുക. അതിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് മാത്രം ഈസ്റ്റ് എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കതിൽ മൊയ്നയുടെ അളവ് കൂടുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ മൊയ്ന കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നല്ലപോലെ ഈസ്റ്റ് കലക്കി വെള്ളത്തിൽ വെച്ചാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ പാട കെട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച്, എത്രത്തോളം കുറച്ച് അത്രത്തോളം കുറച്ച് മാത്രം ഈസ്റ്റ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ പേര് മൊയ്ന കൾച്ചർ ചെയ്തിട്ട് നല്ലപോലെ കൾച്ചറായി കിട്ടണമെന്ന് മെസ്സേജ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസ്റ്റ് ഒഴിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക കേട്ടോ. ഈസ്റ്റ് കുറച്ചിടുക, എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒഴിക്കുക. മൊയ്ന കൂടുന്ന ടാങ്കിൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു മൊയ്ന ടാങ്കിൽ ഈസ്റ്റ് കലക്കി ഒഴിക്കുക കേട്ടോ. ഈസ്റ്റ് മൊയ്ന ടാങ്കിൽ മൊയ്ന കൂടുന്നതിനനുസരിച്ച് ഡെയിലി ടാങ്കിൽ മൊയ്ന കൂടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈസ്റ്റ് കൂട്ടി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നല്ല പോലെ ഈസ്റ്റ് കലക്കി ഒഴിക്കാതിരിക്കുക കേട്ടോ. ആർട്ടീമിയൊക്കെ കൊടുത്താൽ നല്ല ഗ്രോത്ത് കിട്ടും. ആർട്ടീമിയ കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലൈഫ് ഫീഡ് എന്ന് പറയുന്നത് ഈ ഒരു മൊയ്ന മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ലൈഫ് ഫീഡ് ആർട്ടീമിയുടെ അത്തരത്തിലെങ്കിലും അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ കിട്ടുന്നുണ്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഗ്രോത്ത് കിട്ടുന്നതായി കാണാൻ എനിക്കിവിടെ പറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ എങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിൽ മൊയ്ന കൾച്ചർ ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഗീവ് എവേ വീഡിയോ ആണ് കേട്ടോ. ഗീവ് എവേ നമ്മൾ ചെയ്യുമെന്ന് പറയണ്ടായി. അപ്പോൾ അടുത്ത വീഡിയോ ഗീവ് എവേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോ. ബൈ.